സമ്പത്തിനോടുള്ള നമ്മുടെ കാഴ്ചപ്പാടാണ് പ്രിയപ്പെട്ടവർ ആദ്യം നമ്മൾ മാറ്റേണ്ടത് എന്നാണ്. സമ്പത്ത് എന്ന് പറഞ്ഞാൽ സമ്പത്ത് ആഗ്രഹിക്കണം, അത് ഹലാലായ മാർഗ്ഗത്തിലൂടെ നേടാനും ഹലാലായ മാർഗ്ഗത്തിൽ കൂടെ ചെലവഴിക്കാനും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒരെണ്ണമാണ് സക്കാത്ത് എന്ന് പറയുന്നത്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ സമ്പത്തുമായി ബന്ധപ്പെട്ടാണ്, അല്ലെ, കൃഷിയുമായി ബന്ധപ്പെട്ടാണ്. കൃഷി കൂടുതലുള്ള ആളുകൾക്കാണ് ആ കൃഷിയുടെ സക്കാത്ത് കൊടുക്കേണ്ടത്. സമ്പത്ത് കൂടുതലുള്ള ആളുകൾക്കാണ് ആ സമയത്ത് നിസാബ് എത്തിക്കഴിഞ്ഞാൽ സക്കാത്ത് കൊടുക്കേണ്ടത്. അഥവാ സമ്പത്തുള്ളവർക്കാണല്ലോ. അപ്പോൾ അതുണ്ടാവാൻ ആഗ്രഹിക്കുകയും അത് ഹലാലായ മാർഗ്ഗത്തിലൂടെ നേടാനുള്ള ഒരു പരിശ്രമം നടത്തുകയും അത് നേടിക്കഴിഞ്ഞാൽ ഹലാലായ മാർഗ്ഗത്തിലൂടെ ചെലവഴിക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ സമ്പത്തിനോടുള്ള കാഴ്ചപ്പാട് ടോട്ടലി എവിടെയൊക്കെയോ നമുക്ക് മിസ്ഗൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അതല്ലെങ്കിൽ നമ്മളത് എങ്ങനെയൊക്കെയോ ഒരു വേണ്ടാത്ത രൂപത്തിൽ കയറ്റി വെച്ചിട്ടുണ്ട്. അത് മാറ്റണം എന്നതാണ് വീണ്ടും ആവർത്തിക്കാനുള്ളത്. പിന്നെ ഇപ്പോൾ ഇതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ചോദിക്കണം, ഇപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരാൾ, നല്ലൊരു സ്ഥാപനം, അദ്ദേഹത്തിൻ്റെ പിതാവ് തുടങ്ങിയൊരു സ്ഥാപനമാണ്, വളരെ ചെറിയൊരു സ്ഥാപനമായിരുന്നു. പിന്നീട് അത് മക്കൾ ഏറ്റെടുത്തു. 3-4 മക്കൾ അവർ അത് ഭംഗിയായിട്ട് പിന്നെ അത് ഇങ്ങനെ വികസിച്ച് വരും. അപ്പോൾ അദ്ദേഹത്തിനോട് ഒരു പ്രാവശ്യം ഇങ്ങനെ ഇൻറ്ററാക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, അല്ല നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു മാസം എത്രത്തോളം? അപ്പോൾ അദ്ദേഹം പറയുന്നത്, ചില മാസങ്ങളിൽ നമുക്ക് വേണ്ട ലാഭം ഉണ്ടാവില്ല, പക്ഷേ ഈ ഒരു സ്ഥാപനത്തിൽ വരുന്ന 50 കുടുംബങ്ങൾ കഴിയുന്നത് ഞങ്ങളെ ആശ്രയിച്ചാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ കൊണ്ടുപോകാൻ പക്ഷേ ആ ഒരു മാസം ഒരു പക്ഷേ ഒന്നും കിട്ടിയെന്ന് വരില്ല, പക്ഷേ ഈ 50 പേർക്ക് അല്ലെങ്കിൽ ഇത്ര ആളുകൾക്ക് അതിലൂടെ അവരുടെ കുടുംബത്തിൻ്റെ പ്രാർത്ഥനയ്ക്കായിരിക്കും ഈ സ്ഥാപനം അള്ളാഹു ഇങ്ങനെ നിലനിർത്തുന്നതാണ്. അതും ഒരു വലിയ ഗുണപാഠം നമുക്കില്ലേ?